ചെകുത്താൻ അവതരിച്ചിരിക്കുന്നു. അല്ല, ചെകുത്താനെ വിളിച്ചിറങ്ങി കൊണ്ടുവന്നു. നമസ്കാരം, എൻ്റെ പേര് വിഷ്ണു. എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കണ്ടറിയണം കോശി, നിനക്കെന്താ സംഭവിക്കാതെ? L2 എമ്പുരാൻ, ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായ എമ്പുരാൻ്റെ ട്രെയിലർ റിലീസായിരിക്കണം. എല്ലാവരും കണ്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അഫ്കോഴ്സ് ട്രെയിലർ ബ്രേക്ക് ഡൗൺ ഒന്നും നമ്മൾ ചെയ്യാൻ പോകുന്നില്ല, അതിൻ്റെ വിശദീകരണം തരാൻ പോകുന്നില്ല. ഈ ട്രെയിലറിനെക്കുറിച്ച് സംസാരിക്കണ്ടേ. മലയാള സിനിമ കണ്ട എക്കാലത്തെയും വലിയ സിനിമകളിൽ ഒന്നാണ് എമ്പുരാൻ. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സ്റ്റീഫൻ നെടുമ്പള്ളി അല്ലെങ്കിൽ എബ്രാം ഖുറേഷി വീണ്ടും ബിഗ് സ്ക്രീനിലേക്ക് വരാൻ പോകുന്നത്. ചെകുത്താൻ അവതരിച്ചതല്ല, ചെകുത്താനെ നമ്മൾ പിടിച്ചുകൊണ്ട് വന്നതാണ്. യെസ്, പൃഥ്വിരാജ് പാതിരാത്രിയാണ് ഈ ട്രെയിലർ റിലീസ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ ഇങ്ങനെയായിരുന്നു: റിമെമ്പർ യു സമൺ ദ ഡെവിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ചെകുത്താനെ ഈ സമയത്ത് വിളിച്ചു വരുത്തി എന്നാണ് അദ്ദേഹം പോസ്റ്റിൽ തന്നെ ഇട്ടിരിക്കുന്നത്. ആൻഡ് ട്രെയിലർ, അതിൻ്റെ ക്വാളിറ്റി, സിനിമയുടെ ഹൈപ്പ് എല്ലാം അവിടെ നിൽക്കുമ്പോൾ തന്നെ എന്താ പറയുക, ഈ ട്രെയിലർ വളരെയധികം പ്രോമിസിംഗ് ആണ്. സിനിമയുടെ ടീസറും നമുക്ക് സിനിമയുടെ ആ ഒരു ക്വാളിറ്റിയും ആ ഒരു ഗ്രാൻഡ്യൂർ നമുക്ക് കാണിച്ചു തന്നപ്പോൾ ട്രെയിലർ അതിനെ ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിലാണ് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. ലാലേട്ടൻ്റെ സ്വാഗ് എടുത്ത് തന്നെ പറയണം. ഓരോ സ്ക്രീനിലും പുള്ളി ഭയങ്കര ലുക്കായിട്ട് കരിസ്മാറ്റിക്കായിട്ട് എന്താ പറയുക, ഒരു ഡെവിളിനെ പോലെയൊക്കെ ഉള്ള രീതിക്ക് തന്നെയാണ് എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. അത് മാത്രമല്ല, സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ലുക്കായിക്കോട്ടെ, ഫ്ലാഷ് ബാക്കിൽ നമ്മളുടെ PK രാംദാസ് പറയുന്നിടത്ത് ലാലേട്ടൻ്റെ ആ ഒരു ലുക്കും വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ആ വൈറ്റ് ആൻഡ് വൈറ്റിൽ ആ ഒരു ബ്ലാക്ക് ഹെയർ, ആ ഒരു ബിയേർഡൊക്കെ ആയിട്ട് വരുന്ന ആ ഒരു ലുക്കും അടിപൊളിയായിട്ടുണ്ട്. ആൻഡ് ഒരു സോൾട്ട് ആൻഡ് പേപ്പർ ലുക്കിൽ വരുന്നുണ്ട്. സോ ലാലേട്ടന് ഒരുപാട് അധികം തന്നെ ഇൻട്രോസ് സിനിമയ്ക്കകത്ത് വരാൻ ചാൻസ് ഉണ്ട്. പടം 3 മണിക്കൂറാണ് പടത്തിൻ്റെ റൺ ടൈം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെയും ഈ 2025 വന്ന ഏറ്റവും പൈസ മുടക്കിയ സിനിമ എന്നൊരു ഖ്യാതിയും എമ്പുരാൻ എന്ന സിനിമയ്ക്കുണ്ട്. സോ അഫ്കോഴ്സ് ഇതൊരു തിയേറ്റർ വാച്ച് ഫിലിം തന്നെയാണ്. IMAX റിലീസാണ് സിനിമ. സോ അതുകൊണ്ട് അഫ്കോഴ്സ് ഒരു തിയേറ്റർ മെറ്റീരിയലാണ്. സിനിമയിൽ ഒരുപാട് നമ്മളുടെ സായിദ് മസൂദ്, യെസ്, പൃഥ്വിരാജ് അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ ഹിസ്റ്ററി ഒരിച്ചും കൂടെ എന്താ പറയുക നമ്മൾ കാണാൻ പോകുന്നു എന്നുള്ള തിയേറ്റർ നമുക്ക് ആ ട്രെയിലറിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. സോ ബേസിക്കലി സായിദ് മസൂദിൻ്റെ ആ ഒരു ഹിസ്റ്ററി, സായിദ് മസൂദും നമ്മളുടെ എബ്രാം ഖുറേഷി എങ്ങനെ കണക്റ്റ് ആവുന്നു എന്ന് പറയാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ട്രെയിലറിൽ നിന്ന് മനസ്സിലാവുന്നത് ടൊവിനോയ്ക്ക് ഒരു ഗ്രേ ഷെയ്ഡ് ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഒരു പുതിയ പാർട്ടി സിനിമയ്ക്കകത്ത് ഇൻക്ലൂഡ് ആവുന്നുണ്ട്. സുരാജിൻ്റെ കഥാപാത്രം ലീഡ് ചെയ്യുന്നൊരു പാർട്ടി വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ, ഇത് കഥാപാത്രങ്ങളിൽ നമ്മൾ പോസ്റ്ററിൽ കണ്ടതാണ്. സോ ഇത് ഒരു വാർ, അതിന് ഇന്ത്യയിൽ നടക്കുന്ന പൊളിറ്റിക്സ്, കേരളത്തിൽ നടക്കുന്ന പൊളിറ്റിക്സ്, അങ്ങനെ എല്ലാത്തിനെയും ബേസാണ് സിനിമ എടുത്തുകൊണ്ട് വരാൻ പോകുന്നത്. ഇതൊരു ഹ്യൂജ് സ്കെയിലാണ്, ലാർജ് സ്കെയിൽ. മലയാളം കണ്ടതിൽ വെച്ച് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു സ്കെയിലാണ്. കാരണം സിനിമ കാണാൻ ഒരു ഇന്ത്യൻ സിനിമ കാണും പോലെയല്ല, ഒരു ഇംഗ്ലീഷ് സിനിമ കാണുന്ന രീതിക്ക് തന്നെയാണ് പൃഥ്വിരാജ് ഇതിനെ എന്താ പറയുക, എടുത്തുകൊണ്ട് വരാൻ ശ്രമിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് സിനിമ കൺവിൻസ് ചെയ്യാൻ, എടുത്തുകൊണ്ട് വരാൻ പൃഥ്വിരാജ് ഡയറക്ടർ എന്താ പറയുക ശ്രമിച്ചിരിക്കുന്നത്. പിന്നെ മുരളി ഗോപിയുടെ റൈറ്റർ നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല. പടത്തിൻ്റെ ഡയലോഗെല്ലാം നോക്കുകയാണെങ്കിൽ പക്കയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഐ മീൻ ഫാസിൽ സാറിൻ്റെ ഡയലോഗ്, അതായത് ചെകുത്താൻ ദൈവത്തിനും പുത്രനും നടുവിൽ ജനിച്ച ഇരുട്ടിൻ്റെ പൂവ്, വാട്ട് എ ലൈൻ. അങ്ങനെയൊക്കെ എന്താ പറയുക, ഭൂഗോളങ്ങളുടെ എമ്പുരാൻ, അതൊക്കെ വളരെ എന്താ പറയുക പവർഫുള്ളായിട്ടുള്ള ഭയങ്കര ഡാർക്ക് ഷെയ്ഡായിട്ടുള്ള എനിക്ക് തോന്നുന്നു സിനിമ എല്ലാം തന്നെ ഡാർക്ക് ഷെയ്ഡായിട്ടുള്ള കഥാപാത്രങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എത്ര പേര് ട്രെയിലർ കണ്ടു, എത്ര പേര് ഹൈപ്പിഡാണ്, എത്ര പേര് ഫസ്റ്റ് ഷോയ്ക്ക് പോകുന്നുണ്ട് ഉള്ള കാര്യം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു കാണാം. അതുവരേക്കും ബൈ.